ഹലോ! അപ്പോൾ ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ പുതിയതായിട്ട് ഓർഡർ ചെയ്ത് വെച്ച നൈക്ക സാദ് പ്രൊഡക്ട്സ്. ഈ സാധനങ്ങളൊക്കെ കുറച്ച് കാലമായിട്ട് ഞാൻ കാർട്ടിലിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഫൈനലി പൈസ പോട്ടെ എന്ന് വെച്ച് ഞാൻ ഓർഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണമല്ലോ. പിന്നെ എന്തൊക്കെയാണ് ഗൈസ്, ഞങ്ങൾക്ക് സുഖമല്ലേ? വിച്ച് സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം ബോറടിച്ചിരിക്കുക കേട്ടോ. ബോറടി മാറ്റാനാണ് ഈ ഓർഡേഴ്സൊക്കെ. എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതാ ഫൈനലി പെട്ടി തുറന്നപ്പോൾ പെട്ടിക്കുള്ളിൽ പിന്നെ ഒരു പട്ടി. പെട്ടി. ഇത് എത്രാമത്തെ ടേക്കാന്ന് ഇന്ന് എന്താ നാക്കുളുക്കലുടെയോ? എനിക്കിന്ന് നാക്ക് തീരെ ശരിയാവുന്നേ ഇല്ല. ആരോടും മിണ്ടാതിരിക്കുന്നതായിരിക്കും ഇന്നത്തെ ദിവസം എനിക്ക് നല്ലത്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ പെട്ടി വന്നു. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആക്ച്വലി ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് പിന്നെ എൻ്റെ മുഖത്ത് നവരസങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നവരസങ്ങൾ പതിവാണ്. അതെന്തോ ആയിക്കോട്ടെ, മേക്കപ്പ് ചെയ്താലും എന്ത് വന്നാലും. പിന്നെ അത്യാവശ്യം അതിൻ്റെ ഉള്ള സാധനമൊക്കെ പുറത്തെടുത്തതിന് ശേഷം അതിൻ്റെ കുടൽമാല കീറി പരിശോധിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഞാൻ കണ്ട് സ്വയം ഞെട്ടിയത് ഞാൻ തന്നെ ഓർഡർ ചെയ്ത എൻ്റെ മാക്കിൻ്റെ മസ്കാര കണ്ടിട്ടാട്ടോ. അറൗണ്ട് ഒരു 3000 റുപ്പീസാണ് നൈക്കി ഇതിൻ്റെ റേറ്റ്. പിന്നെ നമ്മൾ കണ്ണിലൊക്കെ വാരിയിടുന്ന സാധനമാണല്ലോ, അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി നോക്കണം. ഇത് ഞാൻ വാങ്ങിച്ചത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. വാട്ടർ പ്രൂഫ് അത്ര നല്ലതല്ല. മസ്കാര ഏതാണെങ്കിലും വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാര നോക്കിയിട്ടാട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഇത്, മിനിമലിസ്റ്റിൻ്റെ. അതിൻ്റെ വലുത് ഓർഡർ ചെയ്തപ്പോൾ ചെറിയൊരു കുട്ടി പാക്ക് എനിക്കതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.